മക്കളെ ഗുഡ് മോർണിംഗ്. നമ്മൾ സോളിഡ്സ് അല്ലെങ്കിൽ ഘനരൂപങ്ങൾ പറഞ്ഞ ചാപ്റ്ററിലെ പ്രീവിയസ് ആയിട്ടുള്ള മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നമുക്കറിയാം ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും 3 ആൾക്കാരെ മാത്രമേ പഠിക്കാനുള്ളൂ. ഒന്ന് വൃത്തസ്തൂപിക അല്ലെങ്കിൽ കോൺ എന്ന് പറഞ്ഞ ചങ്ങായി, അടുത്തതെന്ന് പറഞ്ഞ് സമചതുര സ്തൂപിക അല്ലെങ്കിൽ പിരമിഡ്, സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞ ചങ്ങായി, മൂന്നാമത്തെ ഒരാളുണ്ട് ആരാ, ഗോളം അല്ലെങ്കിൽ സ്ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ള ആള്. ഈ 3 ആൾക്കാരെ മാത്രമേ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളൂ. കണക്റ്റഡ് ആയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരാളുടെ ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ ഉപരിതല പരപ്പളപ്പം, വോളിയം അല്ലെങ്കിൽ വ്യാപ്തം മാത്രമേ നമുക്ക് കാര്യമായിട്ട് ഇതിൽ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അതിൽ ഗോളം എന്ന് പറയുന്ന ചെങ്ങായിയാണ് ഏറ്റവും സുഖം നമുക്ക് പഠിക്കാനുള്ള ചെങ്ങായി എന്ന് പറയുന്നത്, ഗോളം അല്ലെങ്കിൽ സ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ സ്ഫിയറിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക്, അതെന്താന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. കട്ടിയായ ഒരു ഗോളത്തിന്റെ ആരം 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഒരു ഗോളുണ്ട്, ഒരു ഗോളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പന്ത് പോലെ അല്ലെങ്കിൽ ഒരു ഓറഞ്ചിന്റെ ഷേപ്പിലുള്ള അതേപോലെയുള്ള ഒരാളിനെയാണ് നമ്മൾ ഗോളം അല്ലെങ്കിൽ സ്ഫിയർ എന്ന് പറയാ, നമുക്കറിയാലോ. ഓക്കെ, അപ്പൊ അയാളുടെ റേഡിയസ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് കാണുക, അതേപോലെ വ്യാപ്തവും കാണുക. നമുക്കറിയാം ഒരു ഗോളം എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു രൂപമാണ്. പക്ഷെ നമ്മൾ വരയ്ക്കുമ്പോൾ അയാൾ എന്താ, സർക്കിൾ ആയിരിക്കും. നമുക്ക് ബോർഡുമ്പോൾ എന്താ ഒരു 2D പിക്ചർ മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. നമ്മൾ സങ്കല്പിക്കണം അയാൾ ഒരു ഗോളമാണെന്ന്. അയാളുടെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാ, 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഉപരിതല പരപ്പളവ് അല്ലെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ, ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണ്. നമുക്കറിയാം ഒരു ഗോളത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ ഉപരിതല പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ആണ് 4πr² എന്ന് പറയുന്നത്, അല്ലേ? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ എന്താ, ഡയറക്റ്റ് എന്താ നമ്മൾ പഠിച്ചു വെക്കണം. ഒരു ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് എന്ന് പറയുന്നത് 4πr² ആണെന്ന്. സെറ്റ് അല്ലേ? നമുക്ക് വാല്യൂകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 നമുക്കറിയാം, π നമുക്കറിയാം, r നമുക്കറിയാം. r² എന്ന് പറയുന്നത് r എന്ന് പറയുന്നത് ഈ ചെങ്ങായിയാണ് r. അയാൾ എന്ന് പറയുന്നത് 6 ആണ്, അല്ലെങ്കിൽ 6 തന്നെയാണ്. അപ്പൊ അയാളുടെ സ്ക്വയർ എന്ന് പറയുന്നത് 6ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 36 ആണ്. സെറ്റ് അല്ലേ? സെറ്റ് ആണോ? ഓക്കെ, അപ്പൊ 36നെയും ഈ 4നെയും ഞാൻ എന്ത് ചെയ്യാൻ പോണ്, 4 × 6 എന്ന് പറയുന്നത് 24 ആണ്. അതിൽ 4 എഴുതി 2 ഇഷ്ടം ഉണ്ടായിരിക്കും, റിമൈൻഡർ ഉണ്ടായിരിക്കും. 4 × 3 എന്ന് പറയുന്നത് 12 ആണ്. 12 + 2 എന്ന് പറയുന്നത് 140 ആണ്. 144 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ആണ്, സെന്റിമീറ്റർ സ്ക്വയർ ആണ്. നമുക്ക് അത് തന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം ഉണ്ട്, അതിന്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എത്രയാണെന്ന്. നമുക്കറിയാം ഒരു ഗോളത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്ഫിയറിന്റെ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 4/3πr³ ആണെന്ന്. ഈ ഇക്വേഷനും നമ്മൾ എന്താ ഡയറക്റ്റ് പഠിച്ചു വെക്കണം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ തന്നെയാണ് 4/3πr³ എന്ന് പറയുന്നത്. സെറ്റ് ആണോ? ഓക്കെ, ഇതിൽ നമ്മൾ വാല്യൂകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4/3 നമുക്കറിയാം, π നമുക്കറിയാം. ഈ റേഡിയസ് ആയ r-ന്റെ സ്ഥാനത്ത് ഞാൻ 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് 6ന്റെ ക്യൂബാണ്, 3 വട്ടം 6 ഇൻറ്റു ചെയ്യുന്നതാണ്. ഇപ്പൊ 3 വട്ടം 1 2 3 വട്ടം 6 ഇൻറ്റു ചെയ്യുന്നതാണ്. ഞാനിങ്ങനെ എഴുതിയത് വെട്ടാനുള്ള സുഖത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ 6നെയും ഈ 3നെയും നമുക്ക് കട്ട് ചെയ്യാം. എത്രയാ, 2 × 3 എന്ന് പറയുന്നത് 6 ആണ്. റെഡി ആണോ? ഓക്കെ, എഗെയിൻ നമ്മൾ ഇൻറ്റു ചെയ്യാൻ പോവാണ്. 6 × 6 എന്ന് പറയുന്നത് എത്രയാ, 6 × 6 എന്ന് പറയുന്നത് 36 ആണ്. ആ 36 × 2 എന്ന് പറയുന്നത് 72 ആണ്. അപ്പോ 4 × π × 72 എന്ന് വരും. നമുക്ക് ഇൻറ്റു ചെയ്തൂടെ? നമ്മൾ ഇൻറ്റു ചെയ്യാൻ പോവാണ്. 2 × 4 എന്ന് പറയുന്നത് 8 ആണ്, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. 4 × 7 എന്ന് പറയുന്നത് 28 ആണ്, അതും പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ 288 π നമുക്ക് താഴെ എഴുതാല്ലേ, 288 π. വോളിയം ആയതുകൊണ്ട് തന്നെ അതെന്താ, സെന്റിമീറ്റർ ക്യൂബിലായിരിക്കും, സെന്റിമീറ്റർ ക്യൂബിലായിരിക്കും. സെറ്റ് ആണോ? അപ്പൊ നമ്മൾ ഇയാളുടെ വോളിയവും കണ്ടു. വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 4/3πr³ ആണ്. ഉപരിതല വിസ്തീർണം അല്ലെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ 4πr² ആണ്. ആ കാര്യം എന്താ,
ഓർത്ത് വെക്കണം. നമുക്ക് ബി പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. എന്താണ് ആ ബി പറഞ്ഞുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കിയാ, ഈ ഗോളത്തിനെ 2 അർദ്ധഗോളങ്ങളായി മുറിക്കുന്നു. 2 അർദ്ധഗോളങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതല്ലേ മക്കളെ 2 അർദ്ധഗോളങ്ങൾ. ഇയാളെ 2 അർദ്ധഗോളങ്ങളായിട്ട് മുറിച്ചു കഴിഞ്ഞു. അപ്പോഴും അവിടെ ഉണ്ടാവുന്ന റേഡിയസിന് മാറ്റങ്ങളൊന്നും ഉണ്ടാവൂല, 6 തന്നെ ആയിരിക്കും. ഓക്കെ, മുറിക്കുന്നേ ഉള്ളൂ, 6ന് മാറ്റമൊന്നും ഉണ്ടല്ല, റേഡിയസിന് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഒരു അർദ്ധഗോളത്തിന്റെ ഉപരിതല പരപ്പളവും വ്യാപ്തം കാണുക. അപ്പൊ എന്താ, ഇവിടെ 2 അർദ്ധഗോളങ്ങളുണ്ട്. ആ 2 അർദ്ധഗോളങ്ങളിലെ ഒരു അർദ്ധഗോളത്തിന്റെ, അപ്പൊ ഒരു അർദ്ധഗോളം എന്ന് പറയുമ്പോൾ ഏകദേശം അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും അല്ലെ. അതിന്റെ താഴെ ഭാഗം, ഇതിന്റെ താഴെ ഭാഗം, ഇതിന്റെ മുകൾ ഭാഗം അല്ലെ. അപ്പൊ ഈ അർദ്ധഗോളത്തിന്റെ എന്താ, വ്യാപ്തവും അതേപോലെ ഉപരിതല പരപ്പളവും ആണ് കാണേണ്ടത്. ഹെമിസ്ഫിയർ എന്ന് പറയും, സെമി അല്ല ഹെമിസ്ഫിയർ എന്ന് പറയും അല്ലെ. ഈ ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എടാ നമുക്ക് തോന്നും ഇയാളെന്താ പകുതിയിൽ അല്ലേ മുറിക്കണത് തോന്നും. അപ്പൊ ഈ 4πr² പകുതിയായ 2πr² ആണെന്നൊക്കെ തോന്നും. ആ തോന്നലൊക്കെ എന്താ അവിടെ വെച്ചാൽ മതി ട്ടോ. അയാള് എന്ന് പറയുന്നത് എന്താ 3πr² ആയിരിക്കും. എങ്ങനെയാണ് ഈ 3πr² വന്നത്? എടാ ഒരു ഗോളം എന്ന് പറയുന്നത് 4πr² ആണ്. അയാളുടെ ഉപരിതല വിസ്തീർണം അല്ലെങ്കിൽ ഉപരിതല പരപ്പളവ്, ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ. ഓക്കെ, അയാളെ നമ്മൾ സെന്ററിൽ മുറിക്കുമ്പോ ഈ മുകളിലത്തെ ഈ ഭാഗം മാത്രമേ നമ്മൾ എന്താ അളക്കുന്നുള്ളൂ. അയാൾ എന്ന് പറയുന്നത് ഒരു സംശയമല്ല 2πr² തന്നെയായിരിക്കും. ഓക്കെ, 2πr² തന്നെയായിരിക്കും. പക്ഷെ മുറിച്ച് കഴിഞ്ഞാൽ താഴെ ഒരു ഭാഗം ഉണ്ടല്ലോ, താഴെ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ, താഴെ ഒരു വൃത്തം ഉണ്ടാവൂലേ, അയാളെയും കൂടി കൂട്ടുമ്പോഴേ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടുള്ളൂ. അപ്പൊ ഇയാളുടെ കൂടെ ഒരു πr² കൂടി വരും. അങ്ങനെയാണ് 3πr² വന്നിട്ടുള്ളത്. സെറ്റാണോ? അപ്പൊ ഒരു ഹെമിസ്ഫിയറിന്റെ അല്ലെങ്കിൽ അർദ്ധഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് 3πr² ആയിരിക്കും. ഗോളത്തിന്റെ 4 ആണ്, ഇയാളുടെ 3 ആണ്. അപ്പൊ നമ്മൾ എഴുതാ 3 × π × 6 നമുക്കറിയാം, 6ന്റെ സ്ക്വയർ നമുക്കറിയാം 36 ആണെന്ന്. ഓക്കെ, എന്ത് ചെയ്യാം, 3 6 18 ആണ്, ഒരു 1 ഉണ്ടായിരിക്കും. 3 3 9 10, 108 π cm² ആയിരിക്കും അയാളുടെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്, ഉപരിതല പരപ്പളവ് എന്ന് പറയുന്നത്. വോളിയം എന്ന് പറയുന്നത് ഒരു സംശയം ഉണ്ടാവില്ല, ഇയാളുടെ ഈ ഗോളത്തിന്റെ പകുതി തന്നെ ആയിരിക്കും. ഉപരിതല പരപ്പളവിൽ അല്ലെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയയിൽ മാത്രമേ മാറ്റം ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ വോളിയം എന്ന് പറയുന്നത് എന്താ, പകുതി ആയിരിക്കും. എന്താ കാരണം, നമ്മളെന്താ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചു കഴിഞ്ഞാൽ ഒരു വസ്തുവിന്റെ ഉള്ളിലെ അളവിനെയല്ലേ നമ്മൾ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെ ഉള്ളിൽ ഇത്രയും വെള്ളം ഉണ്ടെങ്കിൽ അതിനെ പകുതിയാക്കുമ്പോൾ അതിന്റെ വോളിയം എന്താ, അവിടെ പകുതിയാവുകയാണ് ചെയ്യുന്നത്. സെറ്റാണോ? അപ്പൊ വോളിയം എന്ന് പറയുന്നത് 2/3πr³ ആയിരിക്കും. സെറ്റാണോ? നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കല്ലേ മക്കളെ. 2/3 നമുക്കറിയാം, π നമുക്കറിയാം, r-ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 6 × 6 ആണ്. ഈ 6നെയും 3നെയും ഞാൻ കട്ട് ചെയ്യും, 2 എന്ന് കിട്ടി. എഗെയിൻ നമുക്ക് റൈറ്റിൽ ഞാൻ എഴുതുന്നുണ്ട് കേട്ടോ, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഈ 6 × 6 എന്ന് പറയുന്നത് 36 ആണ്. 36 × 2 എന്ന് പറയുന്നത് 72 ആണ്. അപ്പൊ 2 × π × 72 = ഈ 2 × 2 എന്ന് പറയുന്നത് 4 ആണ്. 2 × 7 എന്ന് പറയുന്നത് 40 ആണ്. ഇത്രയും π cm² ആയിരിക്കും. എവിടെയോ ഒരു 144 കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, ഇവിടെ ഒരു 144 കിട്ടിയിട്ടുണ്ട്. സോറി, ഇത്രയും ക്യൂബ് ആയിരിക്കും. എന്ത്, അത്രയും ക്യൂബ് ആയിരിക്കും ഈ ഹെമിസ്ഫിയറിന്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത്. സെറ്റാണോ? റെഡിയാണോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു അർദ്ധവൃത്തം വളച്ച്, നമുക്ക് ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം അല്ലെ. അപ്പൊ ഈ ചെങ്ങാനെ നമ്മൾ മറക്കരുത്, പ്രധാനപ്പെട്ട കുറച്ച് ഇക്വേഷൻ ആണ്. ഈ 4 ഇക്വേഷനെ നമുക്ക് പഠിക്കാനുള്ളൂ. ഈ ഒരു കാര്യം നമുക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷനുകൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും. സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ 4πr² ആണ്. അയാളുടെ വോളിയം എന്ന് പറയുന്നത് 4/3πr³ ആണ്. വോളിയം എന്താ, ഹെമിസ്ഫിയർ ആകുമ്പോൾ നേരെ പകുതിയാവും. ഹെമിസ്ഫിയർ ആകുമ്പോൾ നേരെ വോളിയം പകുതിയായും. പക്ഷെ എന്താ, ടോട്ടൽ സർഫസ് ഏരിയ ആകുമ്പോൾ ഒരു πr² അങ്ങോട്ട് എന്താ
ഒരു പൈ ആർ സ്ക്വയറേ പോകുള്ളൂ. കണ്ടില്ലേ? ഈ ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. സെറ്റ് ആണോ? റെഡി ആണോ? ഞാൻ ഇതൊന്നും വായിക്കുന്നുണ്ട് കേട്ടോ മക്കളെ. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യം ഉണ്ട്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഒരു അർദ്ധവൃത്തം വളച്ച്, ഒരു അർദ്ധവൃത്തം, എന്താണ് മക്കളെ ഈ അർദ്ധവൃത്തം? പറഞ്ഞുതരാം. ഒരു അർദ്ധവൃത്തം വളച്ച് വൃത്തസ്തൂപികയാക്കുന്നു. അർദ്ധവൃത്തത്തിന്റെ ആരം 20 സെന്റിമീറ്റർ ആണ്. ആയിക്കോട്ടെ. എന്താണ് ഈ അർദ്ധവൃത്തം എന്ന് പറഞ്ഞാൽ? അർദ്ധഗോളമല്ല, അർദ്ധവൃത്തം. അർദ്ധവൃത്തം എന്ന് പറഞ്ഞാൽ ഇയാളെയല്ലേ നമ്മൾ അർദ്ധവൃത്തം എന്ന് പറയുന്നത്? 180 ഡിഗ്രി ആയിട്ടുള്ള സെക്ടറിനെ അല്ലെങ്കിൽ വൃത്താംശത്തിനെയാണ് നമ്മൾ അർദ്ധവൃത്തം അല്ലെങ്കിൽ സെമി സർക്കിൾ എന്ന് പറയാറ്. എന്താ? 180 ഡിഗ്രി ആയിട്ടുള്ള വൃത്താംശത്തെ അല്ലെങ്കിൽ സെക്ടറിനെയാണ് നമ്മൾ അർദ്ധവൃത്തം അല്ലെങ്കിൽ സെമി സർക്കിൾ എന്ന് പറയാറ് അല്ലേ? 360 ഡിഗ്രി ആയിട്ടുള്ള സെക്ടർ അല്ലെങ്കിൽ വൃത്താംശം എന്ന് നമ്മൾ പൊതുവെ പറയാറില്ല. അങ്ങനെ ഒരു കൺസെപ്റ്റ് അവിടെ ഉണ്ട്. 360 ഡിഗ്രി ആയ വൃത്താംശത്തിനെയാണ് നമ്മൾ സർക്കിൾ അല്ലെങ്കിൽ വൃത്തം എന്ന് പറയുന്നത്. ആ ഒരു കൺസെപ്റ്റ് എന്താ നമ്മളെ ഉള്ളിൽ വേണം. അപ്പൊ 180 ഡിഗ്രി ആയിട്ടുള്ള വൃത്താംശത്തെയാണ് നമ്മൾ എന്ത് പറയാ? സെമി സർക്കിൾ അല്ലെങ്കിൽ അർദ്ധവൃത്തം പറയാം. അപ്പൊ ഈ ഒരു അർദ്ധവൃത്തം നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ അർദ്ധവൃത്തം വളച്ചിട്ട് എന്താ, ഇയാളെ നമ്മൾ വളച്ചിട്ട് എന്താ ഉണ്ടാക്കുന്നത്? ഈ ഒരു സെക്ടർ നമ്മൾ വളച്ചിട്ട് ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. ഓക്കെ, ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. ഓക്കെ, സെറ്റാണോ? വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. അർദ്ധവൃത്തത്തിന്റെ ആരം, ഇതാണ് നമ്മളുടെ അർദ്ധവൃത്തം എന്ന് പറയുന്നത്. അർദ്ധവൃത്തത്തിന്റെ ആരം ഇയാള് റേഡിയസ് എന്ന് പറയുന്നത്, ഇയാള് എന്ന് പറയുന്നത് 20 ആണ്. അർദ്ധവൃത്തത്തിന്റെ റേഡിയസിനെ നമ്മൾ പൊതുവെ ക്യാപിറ്റൽ R, അങ്ങനെ അയാള് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. ക്യാപിറ്റൽ R ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യല്. ഓക്കെ, ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ സ്തൂപികയുടെ ചെരിവുയരം അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് എന്താണെന്ന്. ഇതാണ് നമ്മളുടെ സ്തൂപിക എന്ന് പറയുന്നത്. താഴെ ഒരു സ്തൂപികയുണ്ട്. ഇതല്ലേ നമ്മളുടെ സ്തൂപിക എന്ന് പറയുന്നത്. ഇയാളുടെ സ്ലാൻഡ് ഹൈറ്റ്, ചെരിവുയരം, സ്ലാൻഡ് ഹൈറ്റ് എത്രയാണെന്നാണ് നമ്മളോട് ഫസ്റ്റത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അതായത് L എന്ന് ഡിനോട്ട് ചെയ്യും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സെക്ടറിന്റെ റേഡിയസ് എന്ന് പറയുന്നതും ഒരു വൃത്തസ്തൂപികയുടെ അല്ലെങ്കിൽ ഒരു കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നതും ഒരാള് തന്നെയാണെന്ന്. അപ്പോൾ ഇയാളുടെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നതും 20 സെന്റിമീറ്റർ തന്നെയായിരിക്കും. ഇയാള് തന്നെയായിരിക്കും ക്യാപിറ്റൽ R ആയിട്ടുള്ള ഈ സെക്ടറിന്റെ റേഡിയസ്. ആ കാര്യം ഓർമ്മ വരണം. കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി ഓർമ്മ വരണം. ഈ സെക്ടറിന്റെ ഈ ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ ഈ ചാപ നീളം തന്നെയാണ് താഴെയുള്ള ഈ വൃത്താംശത്തിന്റെ ബേസിലെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത്. അത് ഓർമ്മ വരണം. സെറ്റാണോ? അടുത്തൊരു B ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഈ സ്തൂപികയുടെ ആരം അല്ലെങ്കിൽ റേഡിയസ് എത്രയാണെന്ന്. ഇതാണ് മക്കളെ അയാളുടെ റേഡിയസ്. സ്തൂപിക, ഇതാണ് നമ്മളുടെ സ്തൂപിക കോണിന്റെ ഈ റേഡിയസ് ആയിട്ടുള്ള R എത്രയാണെന്നൊരു ചോദ്യമുണ്ട്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ റേഡിയസും ഈ ലെങ്ത്തും അല്ലെങ്കിൽ ഈ ലെങ്ത്തും അതേപോലെ ഈ ആംഗിളും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ബന്ധം എന്ന് പറയുന്നത് സ്മോൾ r ഡിവൈഡഡ് ബൈ r ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി ആണെന്ന്. എക്സ് എന്ന് പറയുന്നത് എന്താ? ഇവിടുത്തെ ഈ സെക്ടറിന്റെ ആംഗിളിന്റെ ഡിഗ്രിയാണ് എക്സ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് സ്മോൾ r അല്ലേ റേഡിയസ്, സ്തൂപികയുടെ റേഡിയസ് ആണ് കണ്ടത്. അപ്പോൾ സ്മോൾ r ഈക്വൽ ടു ഈ ക്യാപിറ്റൽ R എന്താ? അങ്ങോട്ട് പോകുമ്പോൾ എന്താ? ഗുണിക്കണം R ആയിട്ട് മാറും. അപ്പോൾ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ R ഡിവൈഡഡ് ബൈ 360 എന്ന് വരും. എക്സ് നമുക്കറിഞ്ഞൂടെ, എക്സ് എന്ന് പറയുന്നത് 180 ആണ്. ഇൻറ്റു റേഡിയസ്, ക്യാപിറ്റൽ R ആയിട്ടുള്ള റേഡിയസ് എന്ന് പറയുന്നത് 20 ആണ്. നമ്മൾ പറഞ്ഞിട്ട് എല്ലും ആറും തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും നമ്മളെ മനസ്സിലെന്താ? അത് ഓർമ്മ വരണം. അപ്പോ ഈ ക്യാപിറ്റൽ R എന്ന് പറയുന്നത് 20 ആണ്. ഡിവൈഡഡ് ബൈ 360 എന്ന് വരും. ഈ പൂജ്യവും അതേപോലെ ഈ 180 ഈ പൂജ്യവും കട്ട് ചെയ്തു. എഗെയിൻ 18ഉം 36ഉം നമ്മൾ കട്ട് ചെയ്തു. 36ൽ എത്ര 18 ഉണ്ട് മക്കളെ? 2 18 ഉണ്ട്. എഗെയിൻ ഞാൻ ഈ 2നെയും ഈ 2നെയും നമുക്ക് കട്ട് ചെയ്തു. അവസാനം എന്താ? 10 എന്ന് വരും. 10 സെന്റിമീറ്റർ ആയിരിക്കും ഈ റേഡിയസ് ആയിട്ടുള്ള ഈ വൃത്തസ്തൂപികയുടെ ആരം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് C പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്.
എന്താണ് സി പറഞ്ഞുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി എന്ന് നോക്കാം. ഈ ഒരു വൃത്തസ്തൂപികയുടെ വക്രതല പരപ്പളവ് അല്ലെങ്കിൽ കേർവ്ഡ് സർഫസ് ഏരിയ എത്രയാണ്? നമ്മൾ എന്താ ഈ ഒരു ഇതാണ് നമ്മളുടെ വൃത്തസ്തൂപിക എന്ന് പറയുന്നത്. കേർവ്ഡ് സർഫസ് ഏരിയ അല്ലെങ്കിൽ വക്രതല പരപ്പളവ് എന്ന് പറയുന്നത് ഇതാ ഇയാളെയാണ് നമ്മൾ വക്രതല പരപ്പളവ് അല്ലെങ്കിൽ കേർവ്ഡ് സർഫസ് എന്ന് പറയുന്നത്. ഇയാളെന്താ ഒരു റൗണ്ട് അല്ലേ, വൃത്തം അല്ലെങ്കിൽ എന്താ വക്രമാണ്, കേർവ്ഡ് ആണ്, വളഞ്ഞിട്ടാണ്. അപ്പൊ ഇയാളുടെ പരപ്പളവ് എത്രയാണ് അടുത്ത ചോദ്യം എന്ന് പറഞ്ഞത്. പക്ഷെ അത് ഇയാളിലേക്ക് വരുമ്പോൾ അയാൾ പാർശ്വപരപ്പളവായി അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് ആയി. ആ കാര്യം മറക്കരുത്. വൃത്തമാവുമ്പോൾ എന്താ കേർവ്ഡ് സർഫസ് അല്ലെങ്കിൽ വക്രതല പരപ്പളവ്. ഇനി ഇയാൾ ഇതേപോലത്തെ രൂപമാണെങ്കിൽ പാർശ്വമായിരിക്കും അല്ലെങ്കിൽ ലാറ്ററൽ ആയിരിക്കും. കാണുന്ന രീതികളൊക്കെ ഒന്ന് തന്നെയാണ്, പക്ഷെ പേരുകൾക്ക് ചില മാറ്റമുണ്ട്. നമുക്കറിയാം ഏതൊരു വൃത്തസ്തൂപികയുടെയും വക്രതല പരപ്പളവ് അല്ലെങ്കിൽ കേർവ്ഡ് സർഫസ് ഏരിയ, കേർവ്ഡ് സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പൈ ആർ എൽ ആണെന്ന് നമുക്കറിയാം. ഇതിൽ നിന്നും പൈ നമുക്കറിയാം, റേഡിയസ് നമുക്കറിയാം, എല്ല് നമുക്കറിയാം. അതൊക്കെ എന്താ നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. പൈ ഇൻറ്റു റേഡിയസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു. ഇതാണ് നമ്മളുടെ റേഡിയസ് എന്ന് പറയുന്നത്. ഈ റേഡിയസ് കൊണ്ടുപോയിട്ട് എഴുതരുത് കേട്ടോ. അതാണ് നമ്മളോട് പറയുന്നത്. പരസ്പരം മനസ്സിലാക്കിയിട്ട് വൃത്തിയായിട്ട് പതുക്കെ ചെയ്യാൻ നോക്കുക. ഈ റേഡിയസ് എന്ന് പറയുന്നത് 10 ആണെന്ന് നമ്മൾ കണ്ടെത്തി. എൽ എന്ന് പറയുന്നത് സ്ലാന്റ് ഹൈറ്റ് ആയിട്ടുള്ള ഈ ചെങ്ങായി എന്ന് പറയുന്നത് 20 ആണെന്ന് കണ്ടുപിടിച്ചു. 20 ഇൻറ്റു 10 എന്ന് പറയുന്നത് 200 ആണെന്ന് പറയാം. 200 പൈ ആയിരിക്കും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഇയാള് വക്ര പരപ്പളവ് ആയതുകൊണ്ട് തന്നെ 3 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. സെറ്റ് ആണോ? റെഡി ആണോ? നമുക്ക് അടുത്തൊരു ഡി ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ സ്തൂപികയുടെ ഉണ്ടാക്കിയിട്ടുള്ള ആ സ്തൂപികയുടെ ഈ വൃത്തസ്തൂപികയുടെ അല്ലെങ്കിൽ ഈ കോണിനെ മൊത്തം പെയിന്റ് അടിക്കണം. ഓക്കെ, മൊത്തം പെയിന്റ് അടിക്കണം എന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ അളവ് എത്രയെന്ന് ചോദിക്കും. അതായത് ഇതിന്റെ മൊത്തം അളവ് എന്ന് പറയുന്നത് ഇയാളുടെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് അല്ലെങ്കിൽ ഉപരിതല പരപ്പളവാണ്. നമുക്കറിയാം ഉപരിതല പരപ്പളവ് കാണാൻ ഈ റൗണ്ട് ആയിട്ടുള്ള ഈ ഏരിയയും അതിലെ പാദത്തിലെ ഈ ഏരിയയും നമ്മൾ എന്താ ആഡ് ചെയ്താൽ മതി. അതായത് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്താ ഈ കേർവ്ഡ് സർഫസ് ഏരിയയും അതായത് ഈ വക്രതല പരപ്പളവും. വക്രതല പരപ്പളവ് നമ്മൾ കണ്ടുപിടിച്ചു 200 പൈ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഈ ഏരിയയും അതേപോലെ താഴെയുള്ള ഈ ഏരിയയും നമ്മൾ എന്താ ആഡ് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. ഓക്കെ, കൂട്ടുക എന്ന് പറയുമ്പോൾ താഴെ സർക്കിൾ ആണ്, വൃത്തമാണ്. അപ്പൊ വൃത്തത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ് അല്ലേ. റേഡിയസ് നമുക്ക് അറിഞ്ഞൂടെ, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 10 ആണെന്ന്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. എന്താണ് ഒരു വൃത്തസ്തൂപികയുടെ ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? പൈ ആർ എൽ പ്ലസ് പൈ ആർ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. ഇതിൽ നമ്മൾ ചില ആളുകളൊക്കെ നമ്മൾ കോമൺ ആക്കി എടുക്കും. അങ്ങനെ കോമൺ ആക്കി എടുത്തിട്ടും ചെയ്യാം, ഡയറക്റ്റ് ഇതിൽ അപ്ലൈ ചെയ്തിട്ടും ചെയ്യാം. സെറ്റായോ മക്കളെ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സെറ്റാണോ?